സമ്പത്തിനെ കൈവിടാതെ സത്യത്തിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് തന്റെ സർവ്വ ഐശ്വര്യങ്ങളെയും തട്ടിയെടുക്കാൻ വാമനമൂർത്തി വന്നിട്ടും അതിന്റെ മുന്നിൽ അല്പം പോലും കുലുങ്ങാതെ സ്വന്തം ഗുരുവിന്റെ ശാപം കിട്ടിയിട്ടും ആ ഭഗവത് സത്യത്തെ വിടാതെ ഭഗവാന്റെ മുന്നിൽ സാദരം തലകുനിച്ച ഒരു വലിയ മഹാഭക്തനാണ്, പരമഭക്തനാണ് മഹാബലി. അതുകൊണ്ട് ഭാഗവതം മനസ്സിലാക്കിയ 12 പേരിൽ ബലിയുടെ പേരും യമരാജാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനോഹരമായ കഥയിലൂടെ അത് അവതരിപ്പിക്കുന്നു. വീണ്ടും അമൃത് കഴിച്ച ദേവന്മാർക്ക് ശക്തിയും ഓജസ്സും തിരിച്ചു കിട്ടി. അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അസുരന്മാരെ കുറെ പേരെ കൊന്നൊടുക്കി. മൃതസഞ്ജീവിനെ യുദ്ധം ഉപയോഗിച്ച് ശുക്രാചാര്യ അവരെ പുനർജീവിപ്പിക്കുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ അസുരന്മാരെ വീണ്ടും ശക്തി പ്രാപിച്ച് ദേവന്മാരെ തോൽപ്പിച്ചു. അങ്ങനെ ദേവലോകത്തിൽ നിന്നും ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് ഓടിച്ചപ്പോൾ അതിഥി ദേവി അത്യന്തം ദുഃഖിതയായിട്ട് ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു പുത്രനെ വേണമെന്ന് പറഞ്ഞു. ദേവി, നിന്റെ സഹോദരിയുടെ പുത്രന്മാരല്ല അസുരന്മാർ, അവരോട് പോരടിക്കാൻ പാടൂ, സ്നേഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ സ്വർഗ്ഗലോകം ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു, അത് വീണ്ടെടുക്കണം, അസുരന്മാർക്ക് അതിൽ അധികാരമില്ല, അവരെന്തിനാ അങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിച്ച് ഏതായാലും ഭർത്താവ് ഒരു വ്രതം നോൽക്കാൻ പറയുന്നു. ആ വ്രതമാണ് പയോവ്രതം എന്ന് പറയുന്ന വ്രതം. 11 ദിവസം പാലും അതുപോലെ തന്നെ മറ്റ് പല പലഹാരങ്ങളോ ഭക്ഷണമോ കഴിക്കാതെ വ്രതം നോറ്റ് മന്ത്രം ചൊല്ലിക്കൊണ്ട് ചില ചിട്ടയോടുകൂടി വ്രതങ്ങൾ അനുഷ്ഠിച്ച് അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ചപ്പോൾ ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ട് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ദേവി ഞാൻ അവതരിക്കുന്നുണ്ട്, അങ്ങനെ ഈ രഹസ്യമാരോട് പറയേണ്ടെന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനാവുന്നു. അങ്ങനെ ഭഗവാൻ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തില് ഭഗവാൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരു ഉച്ചയോടുകൂടിയിട്ട് ഭഗവാൻ അതാ ശുക്ലപക്ഷത്തിൽ ദേവിയുടെ ഗർഭത്തിൽ നിന്നും പ്രകടമാവുന്നു വാമനമൂർത്തിയായിട്ട്. അങ്ങനെ ഭഗവാൻ വാമനാവതാരം എടുക്കുന്നു എന്ന് ഭാഗവതം പറയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അങ്ങനെ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ ആ കാലഘട്ടത്തിൽ അസുരചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹം വലിയൊരു യാഗം ചെയ്ത് ലോകം മുഴുവൻ പേരും പ്രശസ്തിയും നേടി. വിശ്വജിത്ത് എന്ന യാഗത്തിലൂടെ ത്രിലോകങ്ങളും കീഴടക്കിയെല്ലാം തന്റെ അധീനതയിൽ വെച്ചു. ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു സർവവും. ഇപ്പോഴിതാ അദ്ദേഹം അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യ അനുഗ്രഹത്തോടുകൂടി നർമ്മദാ നദി തീരത്ത് 100ാമത്തെ അശ്വമേധയാഗം പൂർത്തിയാക്കണം. 100ാമത്തെ അശ്വമേധയാഗം ആ യാഗഭൂമിയിൽ വെച്ച് അത് അദ്ദേഹം പൂർത്തിയാക്കിയാൽ ഇന്ദ്രന് തുല്യനായി. പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ വാമനമൂർത്തി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഇവിടെ അപ്പോഴേക്കും അവതരിച്ച സമയത്ത് വാമനമൂർത്തിക്ക് ബൃഹസ്പതി വന്ന് അരഞ്ഞാണം കിട്ടും, അച്ഛൻ വന്നിട്ട് കൗപീനം ധരിപ്പിക്കും, അമ്മ കുട്ടിക്ക് അച്ഛൻ പൂണൂല് ധരിപ്പിക്കും, അമ്മ കൗപീനം കൊടുക്കും, അപ്പോഴേക്ക് സരസ്വതി ദേവി ജപമാല കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കൊടുത്ത് ആ വാമനമൂർത്തിക്ക് ഒരു വടുവിന് വേണ്ട, ഒരു ബ്രഹ്മചാരി കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭഗവാൻ അവിടെ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടു നർമ്മദാ നദീ തീരത്തേക്ക്. തേജസ്സാർന്ന കുട്ടിയെ കണ്ടപ്പോ മഹാബലിയും ശുക്രാചാര്യ സ്വീകരിച്ചു. ഒരു മഹാപണ്ഡിതനാണെന്ന് തോന്നുന്നു, ഇത്ര ചെറുപ്പത്തിലെ ഈ കുട്ടി തേജസ്സാർന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ പാദങ്ങളൊക്കെ കഴുകി സ്വീകരിച്ചപ്പോ ചോദിച്ചു, കുട്ടി ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, എന്റെ പേര് കുറിയവനായതുകൊണ്ട് എല്ലാവരും വാമനൻ വാമനൻ എന്ന് വിളിക്കുന്നുണ്ട്, എനിക്കറിയില്ല എന്റെ പേരെന്താണ്. പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ തന്ന, സ്വന്തമായിട്ടൊന്നുമില്ല, ഇങ്ങനെ നടക്കണു, അതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനൊന്ന് മയക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നത് എന്തിനാ വെച്ചാൽ അങ്ങയുടെ പിതാവിനെക്കുറിച്ചും പിതാവിന്റെ പിതാവ് പ്രഹ്ലാദനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മഹത്വമാർന്നൊരു ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പൗത്രനും പുത്രനും ഒക്കെയാണല്ലോ അങ്ങ്, ഒന്ന് കാണണം എന്നുള്ള മോഹം, അത്രയല്ല, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങാണെങ്കിലോ ദാനസമ്പന്നൻ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഉത്തമോത്തമനായിട്ടുള്ള ആള്. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അങ്ങയെപ്പോലുള്ളൊരു മഹാത്മാവിനെ ഒന്ന് ദർശിക്കുക, പോവുക. ഇത്രയും കഴിഞ്ഞ് വാമനമൂർത്തി തിരിഞ്ഞപ്പോഴേക്കും മഹാബലി പറഞ്ഞു, അവിടുന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഒന്നും വാങ്ങിക്കാതെ പോകരുത്, എന്നെപ്പോലുള്ളൊരു ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോവേ, അയ്യോ എന്നെ അപമാനിക്കരുത്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണമെന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല മഹാബലി, ഒന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കുട്ടി, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന്. എന്നാ പിന്നെ അത്ര നിർബന്ധമാണ് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടതെന്താ വെച്ചാൽ എന്റെ ഈ ചെറിയ കാലുണ്ടല്ലോ, കുഞ്ഞിക്കാല്, അതിനൊരു 3 അടി മണ്ണ് ഒരു തന്നാ മതിയെന്ന്. ഒരു ഭാഗത്ത് ഇരുന്ന് ധ്യാനവും ജപമൊക്കെ ചെയ്യണമെന്നുണ്ട്, സ്വന്തമായിട്ട് ഭൂമിയില്ലല്ലോ, അപ്പൊ എന്നാ അങ്ങനെ ഒരു ധാനം കിട്ടിയ ഭൂമിയിലാവാം. ഇത് കേട്ടപ്പോ
മഹാബലി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറ, കഷ്ടം എന്റെ കുട്ടി, ചോദിക്കേണ്ടത് എന്താന്ന് പോലും അറിയില്ലല്ലോ. ഇതാണോ ചോദിക്കേണ്ടത്? എന്നെപ്പോലുള്ളൊരു ചക്രവർത്തിയോട് ചോദിക്കേണ്ട 100 രാജ്യങ്ങൾ എഴുതി തരൂ, 1000 ആനകളെ തരൂ, 10,000 കുതിരകളെ തരൂ, ഒരു 10-100 കന്യകമാരെ കല്യാണം കഴിപ്പിച്ചു തരൂ, എനിക്കുള്ള കാര്യങ്ങൾ സ്വർണം തരൂ, അല്ലെങ്കിൽ അത് തരൂ, ഇത് തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു സാധിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലേ? അങ്ങനെയുള്ള എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചല്ലോ കുട്ടി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ആ മഹാബലിയോട് പറയാണ്, എന്റെ മഹാബലി, ആരാണോ 3 അടികൊണ്ട് തൃപ്തിപ്പെടാത്തത് അവന് 3 ഭുവനം കിട്ടിയാലും തൃപ്തി വരാൻ പോകുന്നില്ല. ഭഗവാൻ ഇത് പറഞ്ഞതും മഹാബലിക്ക് ശരിക്കും കുറിക്കൊണ്ടു. സത്യമല്ലേ ഈ പറയുന്നത്? നമുക്കൊക്കെ എവിടെയെങ്കിലും തൃപ്തി എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ടുണ്ടോ? തൃപ്തി ആയിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളും ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ അലമാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അടുക്കളയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഓരോ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ എവിടെ തൃപ്തിയായിട്ടുള്ളത്? ഒരു തൃപ്തി നമുക്കിപ്പോഴും വന്നിട്ടില്ല. ഇനിയും വല്ലതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയേണ്ടത് ഇതും കൂടിയായാൽ തൃപ്തിയാവും തോന്നണമെന്ന്. പിന്നെ അത് മേടിച്ച് വയ്ക്കുമ്പോൾ അടുത്ത ചിന്ത, ഇനിയിപ്പോൾ ഇത് ആർക്ക് കൊടുത്താലാ നമുക്ക് തൃപ്തി വരികയെന്ന്. കാരണം അത് വീട്ടിൽ സ്ഥലം മുടങ്ങി, അല്ലെങ്കിൽ സ്ഥലമില്ലേ വീട്ടിൽ താമസിക്കാൻ. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. അവസാനം നോക്കുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടാൻ സ്ഥലമുണ്ട്, നമുക്ക് കടന്നുറങ്ങാൻ സ്ഥലമില്ല. രാത്രിയാകുമ്പോൾ ഒരു പായും കൊണ്ടുപോകണം എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും നിറച്ച് എന്നിട്ട് തൃപ്തി വരുന്നില്ല. ഇനി എന്തെങ്കിലും കാണുമ്പോൾ എക്സിബിഷനൊക്കെ പോയാൽ നമ്മുടെ മനസ്സാകെ കുഴപ്പത്തിലാണ്. ഏതാ ഇനി മേടിക്കേണ്ടത്, എന്താ ഇനി മേടിക്കേണ്ടത്, എന്താ അത് മേടിക്കേണ്ടത്? മനസ്സെങ്ങനെ ആ നാട് മുഴുവൻ വാങ്ങിച്ചുകൊണ്ടുവന്നാലോ എന്ന് ആഗ്രഹം വരും ചിലപ്പോൾ. പക്ഷെ വീട്ടിൽ കൊള്ളില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ നമ്മുടെ മനസ്സ് എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല. അങ്ങനെ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നോക്ക്, ഇപ്രാവശ്യം ബോണസൊക്കെ വളരെ കുറവാ കമ്പനിയിൽ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബോണസൊക്കെ കിട്ടിയാൽ നിന്നെയും കൊണ്ടൊന്ന് മൈസൂരിലൊക്കെ പോവാം, അല്ലെങ്കിൽ നിനക്കൊരു കാഞ്ചീപുരം വാങ്ങിച്ചു തരാമെന്നൊക്കെ. ഏതായാലും രണ്ടും കൂടി നടക്കണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൈസൂർ പോവാം, കാഞ്ചീപുരം ഒഴിവാക്കാന്ന് വിചാരിക്കാൻ. അപ്പോൾ ഉടനെ ഭാര്യ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഏട്ടനിപ്പോൾ കാശ് വളരെ കുറവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കാഞ്ചീപുരം നമുക്ക് ഒഴിവാക്കാം, സാരി പിന്നെ മേടിക്കാം, നമുക്ക് കാര്യം മൈസൂർ പോവാം. പിന്നെ മൈസൂർ പോയ ഒരു ഗുണം എന്താ വെച്ചാൽ മൈസൂരിലാകുമ്പോൾ സാരി വില കുറച്ച് കിട്ടുകയും ചെയ്യുന്നത്. ഇപ്പോഴും ആ മോഹം പോവില്ല മനസ്സെന്ന്, അതെന്തായാലും ഉള്ളിലുണ്ടാവുമെന്ന് പറയാൻ. ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. അപ്പോ ഇങ്ങനെ എന്ത് കിട്ടിയാലാ നമുക്ക് തൃപ്തിയായിട്ടുള്ളത്? മനസ്സ് തൃപ്തി എന്ന് പറയില്ലേ. അതുകൊണ്ട് മഹാബലി 3 അടി കൊണ്ട് ഞാൻ തൃപ്തനാണ്. ഇത് കേട്ടതും മഹാബലിക്ക് ആ കുട്ടിയോട് അങ്ങേയറ്റം ആദരവ് വന്നു. ആർക്കാണോ ഡിമാൻഡുകൾ കുറവ് അവർക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഡിമാൻഡുകൾ കൂടുന്നതുകൊണ്ടായിരിക്കും ആർക്കും നമുക്ക് തരാൻ തോന്നാത്തത്. ഡിമാൻഡുകളില്ലെങ്കിൽ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. മഹാബലിക്ക് അത്യന്തം ആദരവ് വന്ന കുട്ടിയോട് ഉടനെ തന്നെ പൂവും അരിയും വെള്ളമെടുത്ത് സങ്കല്പമെടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ ശുക്രാചാര്യർ അപ്പം എണീറ്റ് പറഞ്ഞു, ഈ വന്നിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, ഇത് സംഗതി കുട്ടിയൊന്നല്ല, ഇത് ശരിക്കും ആ രൂപം എടുത്തു കഴിഞ്ഞാൽ എന്റെ മഹാബലി നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സാക്ഷാൽ വിഷ്ണു ഈ കുട്ടിയുടെ രൂപത്തിൽ നിന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ്. അറിയാതെ അവിവേകൊന്നും ചെയ്തുകൊണ്ട നിന്റെ സർവ്വസമ്പത്തും 3 അടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യരുത്. സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എത്ര വിധത്തിൽ സമ്പത്തിനെ ദാനം ചെയ്യണം, എങ്ങനെ ദാനം ചെയ്യണം എന്നിവിടെ മഹാബലിക്ക് ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ്. 5ആയിട്ട് സമ്പത്തിനെ വിഭജിക്കണം എന്നാണ്. എങ്ങനെയൊക്കെയാണ് 5ആയിട്ട് വിഭജിക്കേണ്ടത്? ധർമായേഷസേ അർത്ഥായ കാമായ സ്വജനായ പഞ്ചതാ വിഭജൻ വിത്തം ഇഹാമുത്രച്ഛമോദതേ. ആരാണോ ഇങ്ങനെ സമ്പത്തിനെ വിഭജിക്കുന്നത് അവർക്ക് ഇവിടെയും അടുത്ത ലോകത്തിലും ഒക്കെ പുണ്യം കിട്ടുന്നതാണ്. ഒന്നെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് അവനവന് വേണ്ടിയിട്ട് സമ്പത്തിനെ എടുത്തു വയ്ക്കണമെന്ന്. അതിപ്പോ ഭാഗവതം പറയേണ്ട ഒട്ടും ആവശ്യമില്ല. നമ്മൾ പണിയെടുത്തിട്ട് പണം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കണമെന്ന് ഭാഗവതം പറഞ്ഞോ. പിന്നെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന്, അതിപ്പോ ഭാഗവതത്തിന്റെ ആവശ്യമില്ല. നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും പറയാൻ ഭാഗവതത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഭാഗവതം പറയുന്നു സ്വജനായ. സ്വജനം എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഓരോ സംസ്കാരങ്ങൾ നിലനിന്നത് ഓരോ കുടുംബ വ്യവസ്ഥകളിലൂടെയാണ്. ഇപ്പോൾ കുടുംബ ഉത്സവങ്ങളുണ്ടാവും, അതുപോലെ ശ്രാദ്ധാദി കർമ്മങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ മറ്റു കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാവരും ഒന്നിച്ച് സമ്പത്ത് ചെലവഴിച്ച് ആഘോഷിക്കുമ്പോൾ അതിനൊരു എല്ലാ കൂട്ടുകെട്ടും ഒരു ഐക്യവും ഒക്കെ കുടുംബങ്ങളിലുണ്ടാവും എന്ന് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കി. അതായിരുന്നു ഭാരതത്തിന്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലോക്കൽ വിജയം ഇതൊക്കെ ഉണ്ടല്ലോ, ഉത്സവങ്ങളൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ. ഇപ്പൊ നാട്ടുകാരുടെ മുഴുവൻ ഒരു ഐക്യം ആ നാടിനോടും അവിടുത്തെ മണ്ണിനോടും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇന്ന് നേരെ വിപരീതമായിപ്പോയത്. ഇന്ന് നാട്ടുകാർക്ക് നാടിനോടല്ല ഐക്യം, പടക്കത്തോട് ആനയോടായിപ്പോയി.
പണം അതിനു വേണ്ടിയിട്ടായിപ്പോയി ചെലവഴിക്കുന്നത്. ആ ഉദ്ദേശം അവർക്ക് അവര് ഉദ്ദേശശുദ്ധിയിൽ നിന്ന് അവർ മാറിപ്പോയി എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തതാണ് അവനവന് യശസ്സുണ്ടാവാൻ അല്ലെങ്കിൽ അവനവന് ധർമ്മമുണ്ടാവാൻ സമ്പത്തിനെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ, എല്ലാവരിലും നന്മ നിറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകം ഒരിക്കലും താളം തെറ്റിപ്പോവില്ല. പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല. പല ആളുകളും ഇക്കാര്യത്തിൽ ലുബ്ധി കാണിക്കും. വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ അനാവശ്യമായി പണം ചെലവഴിക്കും. പക്ഷെ നല്ല കാര്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കില്ല. അതിന് പിശുക്ക് കാണിക്കും നമ്മൾ. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഉത്കൃഷ്ട കർമ്മങ്ങൾ കാണുന്നുണ്ടോ, ഭാഗവതാദി സപ്താഹങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ എവിടെയും കാണുന്നുണ്ടോ, ആളുകൾ അതിനൊക്കെ പണം സമ്പത്ത് ചെലവഴിക്കാൻ ലുബ്ധിക്കരുതെന്നാണ്. കാരണം അതെല്ലാവർക്കും നന്മ നിറയ്ക്കും, അതെല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാക്കും, എല്ലാവർക്കും അത് ശ്രേയസ്സിനെ വരുത്തും. അങ്ങനെയുള്ളതിൽ നമ്മുടെ പണം ചെലവഴിക്കാൻ സാധിച്ചാൽ പണം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ലക്ഷ്മിക്ക് നമ്മളെ അനുഗ്രഹിക്കാനും സാധിക്കും, ലക്ഷ്മിക്ക് നമ്മളെ ശപിക്കാനും സാധിക്കും. ഒരു സ്ത്രീയിൽ അനുഗ്രഹശക്തിയുണ്ട്, നിഗ്രഹശക്തിയുണ്ട് എന്നാണ്. അപ്പൊ പണം നമ്മൾ നല്ല രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ അനുഗ്രഹിക്കും. പണം നമ്മൾ വേണ്ടാത്ത രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതേ പണം നമുക്ക് ശാപമുണ്ടാക്കും. ഏതൊന്നാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നതെന്ന് നമ്മളോട് ചോദിക്കണം എന്നാണ്. ഒരാചാര്യൻ പറയും, എത്ര പണം നമ്മൾ സമ്പാദിച്ച് പെട്ടിയിൽ വെച്ചാലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ആ പണമൊക്കെ ബാങ്കിൽ തന്നെ അല്ലെങ്കിൽ പെട്ടിയിൽ തന്നെ കിടക്കും. ധനാനികേഹേ പശവശ്ചഗോഷ്ടേ ഭാര്യാഗൃഹദ്വാരി സ്വജനം ശ്മശാനേ ദേഹശ്ചിതായാം പരലോകമാർഗേ ധർമാനുഗോ ഗച്ഛതി ജീവയേവ. വളരെ മനോഹരമായിട്ട് ഒരു ആചാര്യൻ പറയും, ദേ നോക്കൂ, നിങ്ങൾ എത്ര സമ്പാദ്യം വെച്ചുവോ അതെല്ലാം പെട്ടിയിലോ ബാങ്കിലോ ഡെപ്പോസിറ്റ് അവിടെ കിടക്കും. കൂടെ വരുമ്പോൾ വരുമോ? ഇല്ല എന്ന് പറയാണ്. ഇനി കൊണ്ടുപോകുമ്പം തന്നെ അവിടുന്ന് അഴിച്ചെടുത്തിട്ടേ കൊണ്ടുപോകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നെഞ്ചത്തടിച്ച് കരയുന്ന സമയത്ത് അയ്യോ അച്ഛൻ പോയല്ലോ, ഇനി കുട്ടികൾക്ക് അച്ഛനില്ലല്ലോ, എനിക്ക് ഭർത്താവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ആ ശരീരം കൊണ്ടുപോകുമ്പോൾ പറയും, മോനെ അച്ഛന്റെ കയ്യിലുള്ള മോതിരം അഴിച്ചു വെച്ചിട്ട് കൊണ്ടുപോയി, അയ്യോ ആള് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അർപ്പ് വിളിക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഒരു പവന്റെ മോതിരം ഉണ്ടെങ്കിൽ അതുപോലും അഴിച്ചെടുക്കാതെ കൊണ്ടുപോകില്ല, അതുപോലെ അഴിച്ചെടുക്കുന്നവരെയാണ്. അപ്പൊ അങ്ങനെയാണ് ലോകവ്യവസ്ഥ. അപ്പോ ധനാനികേഹേ പശവശ്ചഗോഷ്ടേ. പണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു, ആ പശുക്കളൊക്കെ ഗോശാലയിൽ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടോ ഭാര്യാഗൃഹദ്വാരി, ഭാര്യഗൃഹത്തിന്റെ ദ്വാരം വരെ വരും, എന്ന് വെച്ചാൽ വാതിൽപ്പടി വരെ വരും. മക്കളൊക്കെ ആണെങ്കിലോ ബന്ധുക്കളൊക്കെ ആണെങ്കിലോ അവര് ശ്മശാനേ, അങ്ങോട്ട് കൊണ്ടുവരാൻ പോവും. കാരണം ഏറ്റണ്ടേ ആരെങ്കിലുമൊക്കെ, അതുവരെ കൊണ്ടുപോകും നമ്മളെ എന്ന് പറയാം. അത് കഴിഞ്ഞാലോ ദേഹസ്ഥിതായാം, ഈ പോളിഷ് ചെയ്ത് പേസ്റ്റ് തേച്ച് ഇങ്ങനെയൊക്കെ മിനുക്കിക്കൊണ്ട് നടന്ന ഈ ശരീരം, അത് ഒരു വിലയില്ലാത്ത മുളയുടെയും അതുപോലെ വിറകിന്റെയും മുകളിൽ വെച്ച് ഒരു കാലഘട്ടത്തിലൊക്കെ ചന്ദനത്തടിയിലൊക്കെ ദഹിപ്പിക്കേണ്ടായിരുന്നു. ഇപ്പോ ചകിരിയും ചിരട്ടിയും കിട്ടിയ ഭാഗ്യം. ഇനി കുറേയും കൂടി കഴിഞ്ഞാൽ ഗ്യാസിൽ കത്തിക്കുമെന്ന് അറിയില്ല. ഏതായാലും അങ്ങോട്ടൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന, സാധനങ്ങളൊക്കെ കിട്ടാതിരിക്കുകയാണ്. എന്തെങ്കിലും വെച്ചിട്ടൊക്കെ കത്തിക്കുക, ഏതായാലും ലാസ്റ്റ് നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒരു വിലയില്ലാത്ത വസ്തുക്കളുടെ കൂട്ടത്തിലിട്ട് ഇതിനെ കത്തിക്കും. ദേഹസ്ഥിതായം, ഈ മനസ്സ് ശരീരം വിട്ടുപോകുമ്പോൾ എന്താ കൊണ്ടുപോവുക? ധർമാനുഗോ ഗച്ഛതി ജീവയേക. ഇവിടെ നാം ചെയ്തിരിക്കുന്ന ധർമ്മം, ധാർമ്മികമായ കർമ്മങ്ങളൊക്കെ നമ്മളെ കൂടെ വിടാതെ കൂടെ വരുന്നവരെയാണ്, മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഒരു പ്രൊപ്പല്ലലായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നവരെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മഹാബലി ധർമ്മം പണം ചെലവഴിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ അങ്ങ് മഹാബലി പറഞ്ഞില്ലേ ഊണലി തരാമെന്നൊക്കെ, ചിലയിടത്തൊക്കെ ചിലരോട് നുണ പറഞ്ഞു എന്ന് വെച്ചിട്ട് വലിയ അബദ്ധാവില്ല എന്ന് പറയാണ്. അപ്പൊ ആരോടൊക്കെയാ നുണ പറഞ്ഞാൽ അബദ്ധാവാത്തത്? സ്ത്രീകളോട് ചിലപ്പോൾ ഒരു നുണയൊക്കെ പറഞ്ഞു വെച്ചിട്ട് അബദ്ധാവില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ പിറന്നാളാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ പിന്നെ മാരേജ് ആനിവേഴ്സറി ആണ്, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു സാരിയൊക്കെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സാരിയുടെയൊക്കെ വില അതുപോലെ പ്രിന്റ് ചെയ്തിട്ടെങ്കിൽ ചിലപ്പം വീട്ടിൽ കലഹം ഉണ്ടാവും. ഇപ്പൊ 110 രൂപയുടെ സാരി മേടിച്ചു കൊടുത്താൽ ഏത് ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവുക? അപ്പൊ അതിന്റെ കൂടെ ഒരു ഒന്നൊക്കെ വരച്ചു എന്ന് വെച്ചാൽ അവർക്ക് വലിയ വിഷമമുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഭാര്യയെ പറ്റിക്കണം എന്നാണോ പറയുന്നത്? അല്ല, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് തളർന്ന ഈ ദുർബല മനസ്സിനോട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വേഗം മനസ്സിലാവില്ല. സ്ത്രീഷു നർമ്മവിവാഹേ, ഒരു വിവാഹം നടക്കാൻ ചെറിയൊരു നുണ തട്ടിവിട്ടു വെച്ചിട്ട് കുഴപ്പമില്ല, നുണ പറയണമെന്ന് പറഞ്ഞില്ല, തട്ടിവിട്ടു വെച്ചിട്ട് തെറ്റില്ലയാണ്. എല്ലാ സത്യവും പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കില്ല.
അതുകൊണ്ട് ചെറിയൊരു നുണ പറഞ്ഞു വെച്ചിട്ട് തെറ്റില്ല. ഏതായാലും നമ്മുടെ ബ്രോക്കർമാർക്ക് ശുക്രാചാര്യരുടെ വാക്കുകളൊക്കെ വളരെ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് പ്രിയാണ്. ഓരോ നുണയൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മരുമകനാവാൻ പോകുന്ന ആള് പത്രത്തിലാ ജോലി നോക്കുന്നത് എന്ന്. അവരന്വേഷണമൊക്കെ നടത്തി ഏറെക്കുറെ കല്യാണ നിശ്ചയം വരെ ഉറപ്പിച്ചു. അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ പത്രത്തിൽ ജോലി നോക്കും. ഇവരെന്താ വിചാരിച്ച മാതൃഭൂമി പത്രത്തിലോ മനോരമ പത്രത്തിലെത്തിയ ജോലി നോക്കണമെന്നാണ്. അപ്പം നോക്കുമ്പോൾ എന്താണ്, എല്ലാ ഞായറാഴ്ചയും വല്ല ജോലി ഉണ്ടോ എന്നുള്ള പത്രത്തിൽ നോക്കുകയാണെന്ന്. പാവം, ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ഇങ്ങനെ നുണ പറഞ്ഞ് കല്യാണം കഴിച്ച് കൊടുത്താൽ അപകടമാണ്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രാണസങ്കടേ വൃത്യർത്ഥേ ഗോ ബ്രാഹ്മണ രക്ഷാർത്ഥേ ഇങ്ങനെയൊക്കെ ഒരു നുണ തട്ടിവിട്ടു എന്ന് വെച്ചിട്ട് വലിയ അബദ്ധമാവില്ല എന്ന് പറഞ്ഞു. നുണ പറയണമെന്ന് പറഞ്ഞില്ല, അബദ്ധമാവില്ല എന്നേ പറഞ്ഞുള്ളൂ. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ആ മഹാബലി ശുക്രാചാര്യരോട് പറയാണ്, അങ്ങ് എന്തു തന്നെ പറഞ്ഞാലും എന്റെ ശിരസ് പോയേക്കാം, എന്റെ സർവ്വ സാമ്രാജ്യം പോയേക്കാം, എന്റെ ഐശ്വര്യങ്ങൾ പോയേക്കാം, ഞാൻ നരകത്തിൽ ചെന്ന് പതിച്ചേക്കാം, ഞാൻ സത്യം വിട്ട് കളിയില്ല, സത്യം ഒരിക്കലും ലംഘിക്കില്ല എന്ന് പറഞ്ഞപ്പോ ആ ശുക്രാചാര്യർ അവിടെ വെച്ച് ശപിച്ചു എന്നാണ്. എങ്കിൽ നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചതും ഒരു കുലുക്കം ഉണ്ടായില്ല മഹാബലിക്ക്. പോയാലും കുഴപ്പമില്ല, സത്യം വിടില്ലാണ്. അതാ ഭാര്യയോട് വിന്ധ്യാവലിയോട് പറയുന്നു, പൂവും മറ്റും കൊണ്ടുവരാൻ അരിയും കൊണ്ടുവന്ന് വെള്ളവും എടുത്ത് ആ കുട്ടിക്ക് കയ്യിൽ വെച്ച് കൊടുത്തു. ഇതാ ഞാൻ സത്യസങ്കല്പം ചെയ്തിരിക്കണമെന്ന്. ആ പൂവും അരിയും കൊടുത്തതും ആ വാമനമൂർത്തിയത ആകാശം മുട്ടെ വളർന്ന് വികസിച്ച് തന്റെ വിശ്വരൂപത്തെ പരമഭക്തനായ മഹാബലിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ഒരു നിമിഷം മഹാബലി നോക്കുമ്പോൾ കാണുന്നു ലോകങ്ങൾ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം. എല്ലാ ദിക്കുകളും എല്ലാ ലോകങ്ങളും അളന്നുകൊണ്ട് ഭഗവാന്റെ രണ്ടടി നിറഞ്ഞു നിൽക്കുന്നു. ആ മഹാബലി അത്ഭുതസ്തബ്ധനായി നോക്കുന്നതിന്റെ ഇടയിൽ ഭഗവാൻ ചോദിച്ചു, ബലി, എനിക്ക് മൂന്നാമത്തെ അടി കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയാണ് സ്ഥലം എന്നുള്ളത്? അപ്പോഴാണ് മഹാബലി നോക്കുന്നത്, തന്റെ അടുത്ത് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ വേറെയും നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭഗവാന്റെ നോക്കി നിന്നപ്പോ, ഭഗവാനെ എന്താ ഇത് ചതിയല്ലേ ചെയ്തതെന്ന്. ഭഗവാൻ പറ, എത്രയും വേഗം എന്റെ മൂന്നാമത്തെ അടി തരുമെന്ന്. അത് കേൾക്കുമ്പോഴേക്കും ഭഗവാൻ അടികൊണ്ട് എല്ലാ ലോകങ്ങളും അളന്നെടുത്തു എന്ന് കണ്ടതും അസുരന്മാരെല്ലാം യുദ്ധത്തിനായിട്ട് ഭഗവാന്റെ നേരെ വന്നപ്പോ ഉടനെ തന്നെ മഹാബലി പറയാണ്, വിപ്പജിത്തേരാഹോയേ നേമേ, നിങ്ങൾ ആരും തൊട്ടുപോകരുത് ഭഗവാനെ. ഭഗവാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നിൽ നിന്ന് യാചിക്കാനാണ്. ഞാൻ ഭഗവാനോടൊന്നും യാചിച്ചിട്ടില്ല. ഒരുപക്ഷേ ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്റെ മുന്നിൽ വന്ന് യാചിക്കുന്നത്. ഭക്തന്റെ മുന്നിൽ ഭഗവാൻ യാചിക്കാൻ പോലും മടിക്കില്ല എന്നാണ്. എന്നാലും തന്റെ ഭക്തനെ തന്റെ മുന്നിൽ യാചിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഭക്തനാണോ അയാൾ യാചിക്കില്ല, ഭക്തനല്ലേ അയാൾ മാത്രമേ യാചിക്കുള്ളൂ എന്നാണ്. ഭക്തന്റെ മുന്നിൽ താൻ പോയിട്ട് യാചിക്കുന്നതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഉദ്ധവരോടും ഭഗവാൻ പറയും. ഉദ്ധവരെ ഞാൻ എവിടെയാ എവിടെയാ നടക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമിഹം നിത്യം പൂയേതംഗ്രിരേണുപി. ആരാണോ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രേമം മാത്രം, എന്നെ നിരന്തരം പ്രേമത്തോടുകൂടി സ്മരിച്ച് ഞാൻ കൊടുക്കുന്നതെല്ലാം സന്തോഷത്തോടെ സംതൃപ്തിയോട് സ്വീകരിച്ച് ജീവിതത്തിൽ തളരാതെ ഉണർന്നുകൊണ്ട് ജീവിക്കുന്നത്, അങ്ങനെയുള്ള പരമഭക്തന്മാരുടെ പിന്നിൽ ഞാൻ നടക്കും ഉദ്ധവരെന്നാണ്. എന്തിനാ ഭഗവാനെ പിന്നിൽ നടക്കുന്നത്? അവരുടെ കാലിലെ പൊടിയെടുത്ത് എന്നെ പരിശുദ്ധീകരിക്കാൻ വേണ്ടി. നോക്കൂ, ആ ഭക്തന്റെ പിന്നിൽ നടക്കുന്ന ഒരു ഭഗവാന്റെ ചിത്രം നമുക്ക് ഭാഗവതം കാണിച്ചു തരികയാണ്. ഏതായാലും ഇപ്രകാരം പറഞ്ഞ് മഹാബലിയോട് മൂന്നാമത്തെ അടി ചോദിച്ച മഹാബലി ഇങ്ങനെ നിന്നപ്പോ ഭഗവാൻ ഗരുഡനെ വരുത്തി വരുളപാശം കൊണ്ട് ഭഗവാൻ കെട്ടിയിട്ടു. വേദനിപ്പിക്കുന്ന ഒരു പാശമാണത്. അത്യന്തം വേദനയിൽ നിൽക്കുമ്പോഴും ഭാഗവതം പറയുന്നു, തേനാഹം നിഗ്രഹീതോസ്മി ഭവതാ ഭൂരികർമ്മണ ബദ്ധശ്ചവാരുണേ പാശേനാതിവ്രീലേന ചവ്യതേ. അല്പം പോലും മനസ്സിൽ ദുഃഖിക്കാതെ ചഞ്ചലമാവാതെ നിന്ന നിൽപ്പിൽ നിന്നു എന്നാണ്. ആ സമയത്ത് മഹാബലിയുടെ പിതാമഹനായ പ്രഹ്ലാദൻ അവിടെ വരുന്നു. ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, എത്ര കാരുണ്യമാണ് ഞങ്ങളുടെ കുലത്തോട് കാണിക്കുന്നത്. എന്റെ പുത്രനെ അനുഗ്രഹിച്ചു, ഇതാ ഇപ്പോ പൗത്രനായിരിക്കുന്ന പ്രഹ്ലാദനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. ഭഗവാനെ, ഞങ്ങൾ അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നാരായണ അഖിലലോക സാക്ഷിനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഭഗവാൻ മഹാബലിയോട് ചോദിക്കേണ്ട, മഹാബലി പറയൂ, എവിടുത്തെ എന്റെ മൂന്നാമത്തെ അടി എവിടെയെന്ന്. ആ സമയത്ത് മഹാബലി ഭഗവാന്റെ മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് പറയുന്നു, യദുത്തമ
പ്രഥമശ്ലോകഭവം മമേരിതം വജോ വെളീകം സുരവരീയമന്യതേ കരോമിതം തന്ന ഭവൽ പ്രലോഭനം പദം തൃതീയം കുരുശീഷ്ണിമേ നിജം. ഭഗവാനെ, ഞാൻ അങ്ങയ്ക്ക് തന്ന വാക്കുകൾ ഒരിക്കലും ലംഘിക്കില്ല. മൂന്നാമത്തടി ഞാൻ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് തന്റെ ശിരസ് വന്നിച്ച് ഭഗവാന്റെ കാലിൻ ചുവട്ടിൽ നിന്നപ്പോ ആ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ആ സമയത്ത് മഹാബലിയുടെയും ഭഗവാന്റെ അടുത്തേക്ക് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, കഷ്ടം എന്റെ ഭഗവാനെ, തന്നെ തന്നെ സമർപ്പിച്ചിട്ട് ഇനിയും അയാൾ ആ വരുണഭാഷം കൊണ്ട് കെട്ടിയിടണോ, വേദനിപ്പിക്കണോ? എന്താ അയാൾ ഇത്രയൊക്കെ പാപം ചെയ്തത്? എല്ലാം അങ്ങയ്ക്ക് തന്നില്ലേ എന്ന്. ആ സമയത്ത് ബ്രഹ്മാവിനോടായിട്ട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. 22-ാം അധ്യായത്തിൽ ശ്രീ ഭഗവാനുവാച എന്ന് തുടങ്ങുന്ന ഭാഗം, അതാണ് ഈ മഹാബലി ചരിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. ഭഗവാൻ പറയാണ്, എന്റെ ബ്രഹ്മാവേ, ഈ മഹാബലി ഉണ്ടല്ലോ, വാസ്തവത്തിൽ എന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അയാളെയല്ല തോൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കടക്കാൻ പ്രയാസമായ, അതിവർത്തിക്കാൻ പ്രയാസമായ മായയെ അയാൾ തോൽപ്പിച്ചിരിക്കുന്നു. അജേഷത് ഇജയാമായ അജയാമായ എന്റെ ജയിക്കാൻ പറ്റാത്ത മായയെ സീതന്നവിന മുഖ്യതി ഞാൻ ദുഃഖിപ്പിച്ചിട്ടും അയാൾ കരഞ്ഞില്ല. അവരെയാണ് ഞാൻ അയാളെ തളർത്തിയിട്ടും കരഞ്ഞില്ല. ഏതൊരു ഭക്തനാണോ എന്നിലേക്ക് തിരിയുന്നത്, അവന്റെ സർവ്വയശസ്സും ഞാൻ തട്ടിയെടുത്താലും അവൻ കരയില്ല. അതാണ്, അങ്ങനെയുള്ള ഒരു ഭക്തനാണ് മഹാബലി. അതുകൊണ്ട് ആ മഹാബലി ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസുതേ സുതനം സ്വർഗവീപ്രാർത്ഥ്യം യാതിഭീ പരിപാലിത രക്ഷിഷ്യേ സർവദോഹം ത്വം സാനുഗം സപരിശ്വരം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. ഏ മഹാബലി, ഇന്ദ്രസേന, ഏ മഹാരാജൻ, ഞാൻ അങ്ങേ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് ഞാൻ സുതലം എന്ന് പറയുന്ന ലോകത്തെ തന്നിരിക്കുന്നു. ആ സുതലം എങ്ങനെയുള്ളതാണ്? സ്വർഗവിപ്രാർത്ഥ്യം, സ്വർഗത്തിലുള്ളവർ പോലും പോവാൻ കൊതിക്കുന്ന അതിഗംഭീരമായ ലോകമാണത്. അങ്ങോട്ടങ്ങ് പോയാലും രക്ഷിഷ്യേ സർവദോഹം, ഞാൻ എപ്പോഴും അങ്ങയെ രക്ഷിക്കും, അങ്ങയ്ക്ക് എപ്പോഴും എന്നെ കാണാൻ സാധിക്കും, അവിടെ ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നല്ല ഭാഗവതം പറയുന്നത്, സുതലത്തിലേക്ക് ഉയർത്തി എന്ന് പറയാണ്. ഇപ്രകാരം ഈ മഹാബലി ചരിതം പറയുന്നു. എന്താണ് ഈ മഹാബലി ചരിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? തന്റെ സർവസമ്പത്തും ഭഗവാൻ തട്ടിയെടുക്കുമ്പോഴും അല്പം പോലും ചഞ്ചലനാവാത്ത ഒരു ബലിയെ നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്തായിരുന്നു? ഭഗവത് പ്രേമം തന്നെയായിരുന്നു സമ്പത്ത്. പ്രിയാണ്, സത്യമായിരുന്നു സമ്പത്ത്. സത്യം എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന, തന്നെ താനാക്കി വച്ചിരിക്കുന്ന ഭഗവത് ചൈതന്യം തന്നെ. ആ സമ്പത്തിൽ മനസ്സ് വെച്ചതുകൊണ്ട് ബാക്കിയെല്ലാം ഭഗവാൻ തട്ടിയെടുത്തപ്പോഴും യാചിച്ചു ചോദിച്ചപ്പോഴും മഹാബലി കുലുങ്ങിയില്ല എന്നാ പറയുന്നത്. ഒരു ഭക്തൻ എപ്പോഴും ആ തലത്തിലേക്ക് ഉയരണമെന്ന് ഭാഗവതം കാണിച്ചു തരികയാണ്. മഹാബലി ചെയ്തവനാണ് മഹാബലി. ബലി എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം അതിനെ കൊല്ലുക എന്നാണ്. അങ്ങനെയാണല്ലോ ബലി ചെയ്യുക പറയുന്നത്. എല്ലാ മതങ്ങളിലും ബലി ഉണ്ടായിരുന്നു. ഈ ബലി വളരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിൽ നരബലി, കുട്ടികളുണ്ടാവാൻ മനുഷ്യരെ ബലി കൊടുത്തിരുന്നു ഈ ഭാരതഭൂമിയിൽ. അതുപോലെ കാര്യപ്രാപ്തിക്ക് വേണ്ടി ഇപ്പോഴും ഉണ്ട് പല നാടുകളിലൊക്കെ. ഈ ഭാരതത്തിൽ പല ആദിവാസികളുടെ ഇടയിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ കുട്ടികളെ പിടിച്ച് ബലി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു 2 മാസം മുമ്പ് ബോംബെയിൽ ഏതൊരു കോളനിയിൽ ഒരു കുട്ടിയെ പിടിച്ച് ബലി കൊടുത്തു. ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി. ഒരു കുട്ടിയെ പിടിച്ച് കഴുത്ത് വെട്ടിയിട്ട് ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുമെന്നാ പറയുന്നത്. ആലോചിച്ചൊക്കെ എത്ര തോന്നിവാസാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നത്. ഏതായാലും ബലി എല്ലാ മതങ്ങളിലും ഉണ്ട്. ക്രിസ്തു മതത്തിലുണ്ട്. ഇന്നിപ്പോ കാണാലോ എടപ്പള്ളിയിൽ കുറെ ബലി ചെയ്യണത്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലുണ്ട്. ബക്രീദ് എന്ന് പറഞ്ഞാൽ തന്നെ ബലിയാണ്. ബക്രീദ് എന്ന് പറഞ്ഞാൽ ആടുകളെ വെട്ടുന്ന ദിവസമാണ്. അന്ന് ഒരു 25 ലക്ഷം ആടുകളെയാണ് അത്ര ലോകത്തിൽ വെട്ടിക്കൊല്ലുക. ഇതാണ് ബക്രീദ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ദുഃഖ വെള്ളിയാഴ്ച, സന്തോഷ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് ദുഃഖമാണെന്ന്, മൃഗങ്ങൾക്ക് കുറെ പന്നികളെ വെട്ടുന്ന ദിവസമാണെന്ന്. ഇതൊക്കെയാണ് എല്ലാ മതങ്ങളിലും ഉള്ളത്. ഈ ബലി എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ ബലി കൊടുക്കലാണ് ബലി എന്ന് എങ്ങനെയോ നമ്മുടെ വിവേകമില്ലാത്ത മതപണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
മൃഗങ്ങളെ ബലി കൊടുത്താൽ ഈശ്വരൻ പ്രീതിപ്പെടും എന്ന് പറയുന്നത് അങ്ങേയറ്റം നോൺസെൻസ് ആണ്, അത് അവിവേകമാണ്. ആടിനെ കഴുത്തിലിട്ട് സ്നേഹത്തിന്റെ പ്രവാചകനായ ജീസസിനെ പ്രീതിപ്പെടുത്താൻ കോഴിയെ വെട്ടിയാൽ ജീസസ് പ്രീതിപ്പെടും എന്ന് പറയുന്നത് അത് വൃത്തികേടാണത്, അത് തോന്നിവാസാണത്. അതുപോലെ നമ്മുടെ ഈശ്വരന്മാരൊക്കെ മനുഷ്യന്മാരെ വെട്ടിക്കൊന്നൊരു ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ അവതാരവും അവതരിക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാത്തായ സംഭവാമി യുഗേ യുഗേ. ദുഷ്കൃതികളെയാണ് അവർ വെട്ടുന്നത്, അല്ലാതെ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് പ്രീതിപ്പെടുന്ന ഒരു കാളിയുടെ ചിത്രം എവിടെയും നിങ്ങൾക്ക് കാണില്ല. മൃഗങ്ങളെ വെട്ടിക്കൊന്ന് നോക്കൂ. അങ്ങനെയായിരുന്നു എങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ കൊടുങ്ങല്ലൂരും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കോഴി ആടൊക്കെ വെട്ടിയിരുന്നു. ഇപ്പോ ഗവൺമെന്റ് നിരോധിച്ചു. ഇപ്പോ അവിടെ ദേവി ഇല്ല എന്നാണോ പറയുന്നത്? രക്തം കിട്ടാത്തതുകൊണ്ട് ദേവി അവിടുന്ന് പോയി എന്നാണോ? ഇല്ല. എത്രയോ കോഴി വെട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ, ഇല്ലേ? എത്രയോ ആടിനെ വെട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പൊ ദേവന്മാരില്ല എന്നാണോ പറയുന്നത്? ഇപ്പോഴും അവിടെ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ കോഴിയില്ലാതെ നമ്മുടെ ദേവന്മാരിയ്ക്കുമല്ലോ, ആടില്ലാതെ നമ്മുടെ ദേവന്മാരിയ്ക്കുമല്ലോ. അപ്പൊ ഇതൊരു തോന്നിവാസമാണ്. മനുഷ്യന്റെ കാമവും മനുഷ്യന്റെ ആർത്തിയുമാണ് മൃഗങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചത്. ബലി ചെയ്യേണ്ടത് അവനവന്റെ തെറ്റായ ചിന്തകളെയാണ് ബലി ചെയ്യേണ്ടത്. തന്നിലുള്ള മൃഗീയ സംസ്കാരത്തെയാണ് ബലി ചെയ്യേണ്ടത്. അപ്പൊ അവനവനിലിരിക്കുന്ന ഒരു മൃഗത്തിന്റെ സംസ്കാരത്തെ തിരിച്ചറിയാതെ പാവം ഒരു മൃഗത്തെ ബലി ചെയ്തിട്ട് അത് ഈശ്വര പ്രീതി വരുത്തുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അതിന് തോന്നിവാസം എന്നാ പറയുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് സുനാമി വന്നപ്പോൾ ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർക്ക് അവിടുത്തെ കുറെ മുസ്ലിം പണ്ഡിതന്മാര് അവരോട് ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, സുനാമി വരാൻ കാരണം ഈശ്വര കോപമാണ്, അതുകൊണ്ട് 10,000 ആടുകളെ ബലി കൊടുക്കണമെന്ന്. അതിനാ അദ്ദേഹം മുസ്ലിമാണ്. ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ രാമസ്മരണ നടത്തുന്ന മുസ്ലിം കൺട്രിയാണത്. അതിനാ മുസ്ലിം പ്രധാനമന്ത്രി കൊടുത്ത മറുപടി 1 മാസം മുമ്പ് നിങ്ങളിതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറയാണ്, സുനാമിക്ക് കാരണം ഈശ്വരനാണെന്ന് ഞാൻ കരുതുന്നില്ല, അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് പാവം മൃഗങ്ങളെ വെട്ടിക്കൊല്ലണമെന്ന് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഈശ്വര കോപമാണ് സുനാമിക്ക് കാരണമെങ്കിൽ ഈശ്വരനെ കോപം വരുത്തിച്ചത് നിങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞവരോട്. അത് പറയാനുള്ള തന്റെ ഇടം കാണിക്കുന്ന എത്ര മന്ത്രിമാരുണ്ട്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കായിരുന്നു എഴുതിയതെങ്കിൽ ഞാൻ വെട്ടിക്കോളൂ എന്ന് പറയുമായിരുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിയല്ല, ചിന്തിക്കൂ, ഞാൻ കളിയാക്കല്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ വേണം ഈ ഭാഗവതമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങളിൽ നിന്നൊക്കെ മനുഷ്യ മനസ്സിനെ മാറ്റേണ്ടത്. അപ്പോഴേ ലോകം നന്നാവുള്ളൂ പറയാണ്. പാവം കോഴികളെ പിടിച്ച് ബലി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആടിനെ വെട്ടിയതുകൊണ്ടോ ഈശ്വരൻ പ്രീതിപ്പെടുക എന്ന് പറയുന്നത് അതങ്ങേയറ്റം തെറ്റാണ്. ഈശ്വരന്മാരൊന്നും രക്തദാഹികളല്ല, ഈശ്വരന്മാരൊന്നും ആ ബലിയിൽ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെയൊക്കെ ഉയർത്താനാണ് ഈശ്വരന്റെ അവതാര ലക്ഷ്യം. അല്ലാതെ പാവം മൃഗങ്ങളെ വെട്ടിക്കൊന്ന ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നു എവിടെയും ഒരു മതത്തിലും ഒരാചാര്യനും പറഞ്ഞു വെച്ചിട്ടില്ല. അത് ഇസ്ലാം മതത്തിലാവട്ടെ, അത് ക്രിസ്തു മതത്തിലാവട്ടെ, നമ്മുടേത് പിന്നെ മതമല്ലാത്തതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരാവട്ടെ, ആചാരങ്ങളിലാവട്ടെ ഇതൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ബലി ചെയ്യണം. ബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൽ തന്നെയാണ്, സമർപ്പിക്കൽ തന്നെയാണ്. എന്തിനെയാണ് സമർപ്പിക്കേണ്ടത്? നമ്മളിലിരിക്കുന്ന മൃഗീയമായ സ്വാർത്ഥതയെ നശിപ്പിച്ച് സമർപ്പിച്ച് ഭഗവത് പ്രേമത്തിലേക്ക് മനസ്സിനെ ഉയർത്തുമ്പോഴാണ് സുതലം എന്ന തലങ്ങളിലേക്ക് നമ്മൾ ഉയരുന്നത്. സുതലം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ തലം, ദിവ്യമായ തലം, ആ ജീവിതത്തിൽ എപ്പോഴും ആനന്ദമുള്ള സ്ഥലം എന്നൊക്കെയാണ് സുതലം. സുതലം എന്നുള്ള ചു എന്നുള്ള ശബ്ദത്തിനർത്ഥം സുഷ്ടുവ്, ശ്രേഷ്ഠം എന്നാണ്. ഉത്കൃഷ്ടമായ തലം, ആനന്ദത്തിന്റെ തലം, ജീവിതമെന്നും ആനന്ദമുള്ളതാക്കി ഉത്സാഹമുള്ളതാക്കി തീർക്കുന്ന തലം. അതെപ്പോഴാണ് നമുക്ക് കിട്ടുക? ഭഗവാനെ എപ്പോഴും കാണാൻ പറ്റുന്ന തലമാണ് സുതലം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിനക്കെപ്പോഴും ബലി എന്നെ കാണാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് മഹാബലിയുടെ ചരിത്രത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പ്രിയാണ്. അങ്ങനെ നമ്മളെ പരിവർത്തനം വരുത്താൻ സാധിക്കണം. ഏതായാലും അതിനുശേഷം പിന്നീട് ഭഗവാൻ മഹാബലി അനുഗ്രഹിച്ചുകൊണ്ട് പോണു. അപ്പൊ ഈ ഒരു അനുസ്മരണയിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്.
ഓണം ആഘോഷിക്കുമ്പോൾ തന്നെ ഈ തലങ്ങളിലേക്ക് ഉയർന്നൊരു മഹാബലിയാണ് നമ്മൾ ഓർക്കേണ്ടത് പ്രിയാണ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ സാംസ്കാരിക നായകന്മാരൊക്കെ ഓണാഘോഷത്തിൽ പറയും മഹാബലി വളരെ കേമനായിരുന്നു, അയാളെ ചതിക്കാൻ വന്നവനാണ് വാമനമൂർത്തിന്ന്, എന്നിട്ട് അയാളെ ചവിട്ടി താഴ്ത്തിന്ന്. വാസ്തവത്തിൽ ഇതൊക്കെ വിവേകമില്ലാതെ വിവരമില്ലാതെ പറയുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ്. ഭാഗവതമൊക്കെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്താൽ മനസ്സിലാവില്ല. അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെ വേണം. ഒരു ആചാര്യ പരമ്പരകളിലൂടെയൊക്കെ കടന്നു വരണം. അപ്പോഴേ നമുക്കതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പൊരുളൊക്കെ പിടികിട്ടുള്ളൂ പറയണം. അപ്പൊ ഭഗവാൻ വാമനമൂർത്തി വന്നത് മഹാബലിയെ താഴ്ത്താനല്ല, മഹാബലിയുടെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന് ആ മഹാബലിയെ ഉയർത്തിയതുപോലെ നമ്മളെയും അത്തരത്തിൽ ഉയർത്താൻ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ വാമനമൂർത്തിയിൽ തന്റെ മാനത്തെ സമർപ്പിച്ചപ്പോ ഭഗവാൻ അയാളെ അങ്ങേയറ്റം ബഹുമാനത്തിലേക്ക്, എല്ലാവരാലും ആദരണീയമായ തലത്തിലേക്ക് ഉയർത്തി എന്ന് പറയുന്ന കഥയാണ് മഹാബലി ചരിതം എന്ന് പറയുന്നത്. ഭഗവാൻ വാമനമൂർത്തി എന്ന് പറയുന്നത് മാനങ്ങളെ അതിവർത്തിച്ചുവെന്നർത്ഥം. എല്ലാ സമയത്തും എല്ലാ കാലത്തും എന്നും ഒരുപോലെ ഇരിക്കുന്നവനാരോ അവൻ വാമൻ. അങ്ങനെയുള്ള വാമനമൂർത്തിയിൽ തന്റെ മാനത്തെ സമർപ്പിച്ചു ആ മഹാബലി എന്നാണ്. അപ്പൊ അദ്ദേഹം ഉയർന്നു എന്നാണ്. ഇങ്ങനെ ഈ കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് അവസാനത്തെ ഉപാഖ്യാനമാണ് മത്സ്യാവതാര കഥ. സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ് ദിവസവും തന്റെ സത്യനിഷ്ഠമായ ജീവിതം നയിക്കുന്നു. കാളിന്തിയിൽ പോയി കയ്യിൽ വെള്ളമെടുത്ത് തർപ്പണാദികൾ ചെയ്ത് തിരിച്ചു കൊട്ടാരത്തിൽ വന്ന് തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു ദിവസം കയ്യിൽ വെള്ളം എടുത്തപ്പോൾ ഒരു മത്സ്യക്കുഞ്ഞ്. തീർച്ചയായിട്ടും രാജാവ് വീണ്ടും അതിനെ വെള്ളത്തിലേക്കിട്ടപ്പോ മത്സ്യം രാജാവിനോട് പറയാണ്, രാജൻ എന്നെ വെള്ളത്തിലേക്കിടരുത്, വലിയ മത്സ്യങ്ങൾ എന്നെ പിടിച്ച് വിഴുങ്ങുന്നു. അപ്പൊ രാജാവിന് പേടിയായി. മത്സ്യം സാധാരണ വർത്തമാനം പറയില്ലല്ലോ, ഇതെന്താ വല്ല പ്രേതോ ഭൂതോ എന്താണെന്നറിയില്ല. ഏതായാലും രാജാവ് വീണ്ടും ആ മത്സ്യത്തെ എടുത്തപ്പോ രാജാവിന് ഇത്തിരി കാരുണ്യം തോന്നി. എന്തോ രാജാവ് അങ്ങനെ കൂടുതൽ ചിന്തിച്ചില്ല. നമ്മളായിരുന്നെങ്കിൽ അവിടെ ഇട്ട് പോരുമായിരുന്നു. രാജാവ് അതിനെ പിടിച്ചിട്ട് കമണ്ടലുവിലൊക്കെ പിടിച്ചിട്ട് തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്ന് കൊട്ടാരത്തിലെത്തിയപ്പോൾ നോക്കുമ്പോണ്ട് കമണ്ടലുവിലുള്ള മത്സ്യം വളർന്നിരിക്കുന്നു. ഉടനെ സേവകന്മാരോടുന്നു ഈ മത്സ്യത്തെ വലിയൊരു പാത്രത്തിൽ പിടിച്ചിടുന്നു. രാജാവ് അത്ര ശ്രദ്ധിച്ചില്ല. നോക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ചെന്നപ്പോൾ സേവകന്മാരെ വന്ന് പറയാണ്, രാജൻ വീണ്ടും മത്സ്യം വലുതായിരിക്കണോ, എന്നാൽ അതിനും വലിയ പാത്രത്തിലേക്ക് പിടിച്ചിടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലും വലുതായിരിക്കണോ, പിന്നെ കിണറ്റിൽ കൊണ്ടുപോയിട്ടു, അപ്പോഴും വലുതായിരിക്കണോ, കുളത്തിൽ കൊണ്ടുപോയിട്ടു. രാജാവ് എന്നാ പിന്നെ ഒരു മത്സ്യഫാം തുടങ്ങിയില്ല. ഇത്ര വലുതാവാൻ വെച്ചാൽ പിന്നെ ആൾക്കാർ ബിസിനസ് മൈൻഡ് വരും. എന്നാൽ പിന്നെ അതിനെങ്ങനെ പ്രയോജനപ്പെടുത്താന്ന് രാജാവ് ആ മത്സ്യത്തിന്റെ മുന്നിൽ വിനീതനായി കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, അവിടുന്ന് മത്സ്യമല്ല എന്ന് അടിയന് മനസ്സിലാവുന്നുണ്ട്, ഒരു ദിവ്യ രൂപമാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ആരാണെന്ന് വെളിപ്പെടുത്തിയാലെന്ന്. നോക്കുമ്പോൾ കാണുന്നത് ആ മത്സ്യത്തിലൂടെ ശംഖചക്ര ഗദാധാരിയിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ്. അത് പ്രകടമായപ്പോൾ രാജാവ് മനസ്സുകൊണ്ട് സന്തോഷിച്ചു. ഭഗവാനെ കയ്യിലെടുക്കാൻ സാധിക്കേ, ഇതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ. മത്സ്യരൂപത്തിലെങ്കിലും എന്റെ കൈകളിലേക്ക് വന്നില്ലേ ഭഗവാൻ. ആ അനുഗ്രഹീതമായ ആ മുഹൂർത്തങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിയപ്പോ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ മത്സ്യരൂപം എടുത്തിരിക്കുന്നത് അങ്ങയോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തൊട്ട് 7ാമത്തെ നാൾ പ്രളയം വരും. എല്ലാം പ്രളയത്തിലേക്ക് പോവും, വെള്ളത്തിലേക്ക് പോവും. അങ്ങ് എല്ലാ വിത്തുകളും ശേഖരിച്ച് തയ്യാറായി നിൽക്കണം. അപ്പോൾ ഇവിടേക്ക് സപ്തർഷികൾ ഒരു തോണിയുമായിട്ട് വരും, അതിൽ കയറിയിരിക്കണം. അങ്ങനെ പ്രളയജലത്തിലൂടെ അങ്ങേ ഞാൻ വലിച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞ് എനിക്ക് ഒരു അവതാരത്തിന് ലക്ഷ്യം കൂടിയിട്ട് ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി ഒരു അസുരൻ, ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ, അവനെ വധിച്ചുകൊണ്ട് വേദം വീണ്ടെടുത്ത് അങ്ങനെ അങ്ങയ്ക്ക് ജ്ഞാനോപദേശം തന്ന് അപ്പോഴേക്കും പ്രളയജലമൊക്കെ വറ്റി അങ്ങയ്ക്ക് തിരിച്ചു കൊട്ടാരത്തിലെത്താൻ പറ്റും. അതുകൊണ്ട് കാത്തിരുന്നോളൂ. പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസമായപ്പോഴേക്കും ഭയങ്കര ഇടിയും മഴയും സുനാമി വരാൻ തുടങ്ങി. ഇന്നിപ്പോ പ്രളയം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ, സുനാമി എന്ന് പറയണം. അങ്ങനെ അതുകൊണ്ട് വരാൻ തുടങ്ങി. കടലിലെ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നു. രാജാവ് അപ്പോഴേക്കും വിത്തുകളൊക്കെ ശേഖരിച്ചു. പ്രജകളൊക്കെ വെള്ളത്തിലേക്ക് ആണ്ടുപോണു. അതാ നോക്കുന്ന സമയത്ത് സപ്തർഷികളുമായി തോണി വരുന്നു. രാജാവ് അതിലേക്ക് കയറിയിരിക്കുന്നു. പിന്നീട് ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് നോക്കുന്ന സമയത്തുണ്ട് എത്രയോ കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു പടുകൂറ്റൻ മത്സ്യം. ആ മത്സ്യത്തിന്റെ കൊമ്പിൽ ഈ പാമ്പിനെ കെട്ടിയിട്ട്, വാസുകി എന്ന് പറയുന്ന പാമ്പിനെ കെട്ടിയിട്ട് 7 ദിവസം കടലിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ജ്ഞാനോപദേശം കൊടുത്ത് മത്സ്യാവതാരം പൂർത്തിയാക്കുന്നു. ഇതാണ് ഈ കഥയിൽ
പറയുന്നതെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ അവതാര കഥകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ 7 ദിവസം കടലിന്റെ മുകളിൽ കൂടെ ചുറ്റിയടിക്കുക, അതും മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെടുക, ബാക്കി എല്ലാവരും പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി അവിശ്വസനീയമായിട്ടുള്ള കഥകളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ ആ സ്ഥൂല കഥകളെ നമ്മൾ സ്വീകരിക്കാതെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാം, മത്സ്യം എന്ന് പറയുന്നത് ജീവന്റെ ആദ്യത്തെ അവസ്ഥയാണ്. ഇപ്പോ ബയോളജി പ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ബീജാണുക്കളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മത്സ്യരൂപത്തിലാണ് ബീജാണുക്കൾ അണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്, അണ്ഡവുമായി ചേരാൻ പ്രവേശിക്കുന്നത്. അതിന് സിഗോട്ട് എന്ന് പറയും ഭാഷയിൽ, ബയോളജിയിൽ. അപ്പോൾ ഓരോ ജീവനും ഒരു മത്സ്യരൂപത്തിലാണ് അണ്ഡത്തിലേക്ക് പോവാൻ ചേരാൻ ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കണം ആ ബീജാണുവിനെ അണ്ഡത്തിലേക്ക് കടക്കാനും അല്ലെങ്കിൽ അണ്ഡവുമായി ചേരാൻ പ്രേരിപ്പിക്കുന്നത്? എന്തായിരിക്കണം ഒരു വിത്തിന്റെ ഉള്ളിലുള്ള ജീവനെ ആ വിത്ത് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത്? എന്തായിരിക്കണം ഒരു മുട്ടയിലിരിക്കുന്ന ജീവന് ആ മുട്ടയുടെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത്? അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാം, ഓരോ ജീവന്റെയും ഉള്ളിൽ അടങ്ങാത്ത ഒരു തേഴ്സ്റ്റ് ഉണ്ട്, ദാഹമുണ്ട്. എനിക്ക് വളരണം, വികസിക്കണം, പൂർണ്ണത നേടണം. അപ്പൊ ഞാനും നിങ്ങളൊക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ആ യാത്രയിലാണ് നമ്മളൊക്കെ. അപ്പോ പൂർണ്ണതയാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്നത്. വളരണം, വികസിക്കണം. ഇന്നേ വരെ ഒരു ജീവനും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് നശിക്കണം, തളരണം, അധപ്പതിക്കണം, താഴോട്ട് പോകണമെന്ന്. എല്ലാവർക്കും വളരണം. ഒരു തെങ്ങിൻ തൈ നിങ്ങൾ നട്ടുകഴിഞ്ഞാൽ അതിന് ചുറ്റും വൃക്ഷങ്ങളുണ്ടെങ്കിൽ പോലും ആ തെങ്ങിൻ തൈ സൂര്യനെ നോക്കിക്കൊണ്ട് വളരാൻ തുടങ്ങും, ഇല്ലേ? സൂര്യന്റെ പ്രകാശം നോക്കിയിട്ട് അത് പോവാൻ തുടങ്ങും. കാരണം അതിനുപോലും അറിയാം, എനിക്ക് വളരണമെങ്കിൽ ഞാൻ വളഞ്ഞാലും ശരി തിരിഞ്ഞാലും ശരി എനിക്കിങ്ങനെ പോയേ പറ്റുള്ളൂ. ഇതെല്ലാവരുടെ ഉള്ളിലും അടിസ്ഥാനപരമായിട്ടുള്ളതാണെന്ന് പറയണം. നമുക്കത് ബോധ്യം വന്നത് ഒരിക്കലൊരു വീട്ടിൽ നിങ്ങൾ കുറച്ചുപേരിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കറങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചു, പഴം, മഴ ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചപ്പോൾ കൂടെ വന്നവർക്ക് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ഒരാളിങ്ങനെ ലഡു എടുത്ത് പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അവനിങ്ങനെ കൊതിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവർ കഴിക്കുന്നതൊക്കെ. വർത്തമാനം പറയുന്നതിനിടെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ലഡുവിന്റെ ഒരു അങ്കിള് ചോദിച്ചപ്പോഴേക്കും, കുട്ടി അപ്പൂരെ ലഡു വേണോ ചോദിച്ചപ്പോഴേക്കും അവൻ ഇങ്ങനെ കൈ നീട്ടാൻ തുടങ്ങിയപ്പോ അമ്മ കണ്ണുകൊണ്ടൊക്കെ കാണിക്കാൻ തുടങ്ങി. നാണമില്ലാത്തവൻ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊതി കാണിക്കണം, അവർ പോയാൽ കഴിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ അമ്മയുടെ കണ്ണിലൂടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരെന്താ പറയുന്നുള്ളത്. ഏതായാലും അപ്പോഴേക്കും അവർ കുട്ടി വരും, ഒരു അപ്പു വരും, ഒരു ലഡു കഴിച്ചോളൂ, ലഡു എടുത്തോളൂ. അവന് വേണ്ട, അവന് വയറിന് സുഖമില്ല. അപ്പൊ അവന്റെ മുഖം കണ്ടപ്പോൾ അവന് വയറിന് ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് ആ വയറിന് സുഖം എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നത്. കുട്ടികൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കാണിക്കുന്നത്, ഈ പോയാൽ എൻ്റെ അടുത്ത് 2 പിഴ കിട്ടും, അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നാണം കാണിക്കരുത്, ഇങ്ങനെ കൊതി കാണിക്കരുത്, പോയി മാറി നിൽക്കണം, പോയിട്ടൊക്കെ ശരിയാക്കി തരാനുള്ള രീതിയിലൊക്കെ. എന്തായാലും ആ കുട്ടി പോകുന്നില്ല. കുട്ടിക്ക് എന്തായാലും ഒരു ലഡു കിട്ടണം. ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തു, ഇവർ എടുത്തു കൊടുക്കുന്നതിന് മുമ്പ് ആ ലഡുവിന്റെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. കുട്ടി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി അതിന്റെ മുകളിലേക്ക്. എന്നിട്ട് ആ ലഡു താഴേക്ക് ഇട്ടിട്ട് കുട്ടി അവിടുന്ന് പോവുകയും ചെയ്തു. കരയാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന അങ്കിൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള ലഡുവിനെ എടുത്തിട്ട് അങ്ങോട്ട് ഉരുട്ടി. എന്നിട്ട് കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൂന് ഫുൾ ലഡു എന്ന്. അത് കിട്ടിയപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ ചെറിയ കുട്ടിയുടെ ഉള്ളിൽ പോലും ഉള്ളിൽ നിന്ന് വിളിച്ചു പറയേണ്ടത്, എനിക്ക് ഹാഫ് വേണ്ട, എനിക്ക് ഫുള്ള് വേണം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, കുട്ടികളുടെ ഉള്ളിലൊക്കെ ഈ തരത്തിലുള്ള ചിന്തയുണ്ട്. അപ്പൊ താനൊരു പകുതിയല്ല എന്നുള്ള ചിന്ത കുട്ടിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ടുള്ള ലഡു വേണമെന്നുള്ളത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ട് പറയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, കൂടെ ഭർത്താവുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, ആളുണ്ടെങ്കിലൊക്കെ പൂർണ്ണതയും സുഖവുമുണ്ട് എന്ന്. നമ്മൾ അറിയുന്നില്ല, നമ്മളെപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പൂർണ്ണ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറക്കത്തിൽ മാത്രമാണെന്ന്. ഉറക്കത്തിൽ നമ്മുടെ കൂടെ ആരുമില്ല. എന്തിനേറെ കിടന്നുറങ്ങിയ കട്ടിലിനെക്കുറിച്ചുള്ള ഓർമ്മയില്ല. ആ കൊതുക് കടിക്കുന്നോ ഇന്നോ ഇല്ലെന്ന് പോലും അറിയുന്നില്ല. കൊതുകിനെ കൊല്ലേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എന്നാലും ആ ഉറക്കത്തിൽ പൂർണ്ണ സുഖം നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആ പൂർണ്ണ സുഖം നമുക്ക് കിട്ടിയത്?
നമ്മുടെ മനസ്സ് നമ്മളറിയാതെ നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേരുമ്പോഴാണ് ആ പൂർണ്ണ സുഖം കിട്ടിയതെങ്കിൽ ഞാനും നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണ സുഖം ഉള്ളവരാണ്. കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്നത് പൂർണ്ണ തത്വത്തിൽ നിന്നാണ്. നമ്മുടെ ഉപനിഷത്തുക്കളും ആചാര്യന്മാരും യാതൊരു സംശയമന്യേ പറയുന്നത്. ഉപനിഷത്തുകൾ പറയും, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. പൂർണ്ണതയിൽ നിന്നും വന്ന് പൂർണ്ണതയിലിരുന്ന് വീണ്ടും പൂർണ്ണതയിലേക്ക് പോവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. എവിടെ നിന്ന് കിട്ടും ആ പൂർണ്ണത?